നമുക്ക് വാങ്ങിക്കൊടുക്കാം. ചിരിക്കൂ പറഞ്ഞാലേ ചിരിക്കുള്ളൂ. ചിരിക്കൂ. സ്മൈൽ പ്ലീസ്. ആമി ഉറങ്ങിയ വാ വന്നിരിക്കേ. അമ്മ പറഞ്ഞു തരാം പഴയ കാലത്തെ അമ്മമ്മക്കെ കുട്ടിയായിരുന്ന കാലത്തെ ഞങ്ങളെ വീടൊക്കെ ഓല വീടായിരുന്നു. അപ്പോൾ വീടിന് മാത്രമല്ല ഓല, തൊഴുത്ത്, വിറക് പുര ഒക്കെ ഓലയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഓലയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കുടഞ്ഞിട്ട് ഓല കുതിർന്ന് വന്നിട്ട് ഞാനും എൻ്റെ അമ്മയും എല്ലാവരും അമ്മായികൾ ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓല മുടി. എൻ്റെ അമ്മ, അമ്മമ്മൻ്റെ അമ്മ, രഞ്ജുവല്ലേ, രഞ്ജുൻ്റെ മരുമോളല്ലേ. അങ്ങനെ ഞങ്ങൾ നല്ല കഥകളൊക്കെ പറഞ്ഞ് നാട്ടുകൂട്ടം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓലമടി അമ്മ പറഞ്ഞല്ലേ ഇരിക്കേ. ഓലേ ഓല വീട് കുഞ്ഞനെ എവിടെ വാ, അമ്മ കാണിച്ചില്ലേ വാ. ഇതാ ഇതിങ്ങനെ മടിയാ. ഇതാ ഉണ്ടാക്കൂലേ ഓല. നമ്മൾ പുരട്ടുമ്പോളേ വേനൽക്കാലം വന്നാലേ കുറേ ഓല മുടഞ്ഞ് വീട് കെട്ടുന്ന ആളെ വിളിച്ച് ആൾക്കാർ വന്നിട്ട് വീട് കെട്ടും. അന്ന് എന്താ അറിയോ, ചക്കപ്പേരി, ചായ, കറി വെക്കും. എന്ത് രസമായിരിക്കും. ഓല പടഞ്ഞ് വീട് വയ്ക്കും. വീട് ഓല കുട്ടികൾക്ക് ഓല വീട് വയ്ക്കും. വലിയ വീട് കെട്ടും. പിന്നെ ഓല വീട് ഇല്ലാതായി. പിന്നെ ഓടും വീടായി. പിന്നെ വാർപ്പും വീടായി. ഒന്നും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഓലയിട്ടാ ഓല ഇങ്ങനെ മടങ്ങിയെടുത്ത് ഓല വീട് വയ്ക്കുന്ന ആൾക്കാർ വന്നിട്ടേ പുര കെട്ടിത്തരും. പുര കെട്ടിത്തരാനേ നമ്മളെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടിയിട്ടേ വീട് അലകൊക്കെ വെച്ച് കെട്ടി ഓല കെട്ടാനേ കയറൊക്കെ എടുത്ത്, കയറെന്താന്ന് വെച്ചാലേ ഓലക്കൊടി വാട്ടിയെടുക്കും. കൊതുമ്പ് കുതിർത്തിയെടുക്കും. എന്നിട്ട് ആണുങ്ങൾ ഓല കെട്ടും. ഞങ്ങൾ പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ മോളെ കുഞ്ഞനെ ഞങ്ങൾ പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഓല എടുത്ത് കൊടുക്കും. അപ്പം ഇതൊക്കെ വീട് കെട്ടുമ്പോഴേ വീട് കെട്ടുന്ന ആളെന്താ പറയാ അറിയോ, ഒരു പഴയോല ഒരു പുത്തനോല അറിയൂ. അപ്പം ഞങ്ങൾ ഒരു പഴയതിട്ട് കൊടുക്കും. അപ്പോൾ അവരൊരു പുതിയത് വരട്ടേന്നറിയൂ. അതെന്ത് രസമാവും മോളെ അതൊക്കെ കാണാൻ. ഇന്ന് നിങ്ങൾക്കൊക്കെ എന്ത് ഓല വീട്. പിന്നെ അപ്പൊക്കെ നമ്മൾ എത്ര പോലെ ഓല മറിഞ്ഞിട്ടേ നമ്മളെ ഓല എന്തെല്ലാം ഉപയോഗത്തിന് എടുക്കതാ, വീട് കെട്ടാൻ, കത്തിക്കാൻ. പിന്നെ പഴയ കാലത്തൊക്കെ കുളിമുറി ഒക്കെ ഓല കൊണ്ട് കെട്ടിണ്ടാക്കും. മനസ്സിലായോ? ഇങ്ങനെ അലക്കൊക്കെ കെട്ടിയിട്ട് അമ്മ ഒരുപാട് കുളിമുറിയൊക്കെ ഓല കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുളിമുറി കെട്ടും. പിന്നെ കുറേ കഴിയുമ്പോൾ ചെതിൽ പിടിച്ച് ആ കുളിമുറി വീണ് പോവും. അപ്പോൾ വീണ്ടും കെട്ടും. അമ്മമ്മക്ക് ഇഷ്ടമായിരുന്നു. മനസ്സിലായോ? അമ്മമ്മക്ക് ഇന്നും ഓല മടിന്ന് ഇഷ്ടമാണ്. അമ്മ പറഞ്ഞുതരാം. അത് പുതിയ വീടാവുമ്പോഴേ കെട്ടിയ പുതിയ വീടാകുമ്പോൾ വെള്ളം വീഴില്ല. പിന്നെ കെട്ടാറായിട്ട് കെട്ടിയിട്ടില്ലെങ്കിലേ നല്ല മഴയത്ത് പടപടാ മഴ പെയ്യുമ്പോൾ നമ്മൾ ചോർന്നിട്ട് എല്ലാവരും ഓടി ചോരിനേ പറയും. അപ്പോൾ അവിടെ ബക്കറ്റൊക്കെ കൊണ്ടുവച്ച് ഒരു പാത്രം കൊണ്ടുവച്ചിട്ടേ തലയിൽ കുടയൊക്കെ ചൂടും. കുടമുള്ളൊരു കുട തുറന്ന് ചൂടും. കുട ഇല്ലാത്തവർ തുണിയൊക്കെ എടുത്ത് തലമിടും. അങ്ങനെ മഴ മാറുന്നവരെ മാറി നിൽക്കും വീട് ചോരുമ്പോഴേ. പിന്നെ മഴ പോയതിൻ്റെ ശേഷം വീണ്ടും നമ്മളെ വെള്ളമൊക്കെ മുക്കി വാർത്ത് അവിടെയൊക്കെ തുടച്ച് കിടക്കാൻ പോകും. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, അന്ന് സിമെൻറ്റിൻ്റെ നിലമല്ല,
ചാണകം തേക്കുന്ന ചാണകം തേക്കുന്ന നിലം. മനസ്സിലായോ കുഞ്ഞെ? പഴയ കാലത്തെ ചാണകം തേക്കുന്ന വീടാണ്, ഇന്നത്തെ പോലെ സിമെന്റ് അല്ല. പക്ഷെ വേറെ ഒന്നുണ്ട് കേട്ടാ, കാണാൻ ഭംഗിയില്ലെങ്കിലേ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. നിലല്ല നില ഇങ്ങനെ ചകിരില്ലേ, ചകിരി കത്തിച്ചിട്ട് കരി എടുക്കും. എന്നിട്ടൊക്കെ കരിയും ചാണകം കൂടി ഇങ്ങനെ കുത്തി കുത്തി ഇടിച്ചിട്ട് നല്ല കൺമഷി പോലെ ആക്കിയിട്ട് മതിലൊക്കെ ചുമന്ന മണ്ണായിട്ട് തേച്ചിട്ടുണ്ടാവും, കൽപ്പുഴിയായിട്ട് അല്ലെങ്കിൽ കല്ലരച്ചിട്ട്. അപ്പം നിലം ഇങ്ങനെ ചാണകം മെഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ എന്താ അറിയുമോ, കണ്ണെഴുതി പൊട്ടൊരു സുന്ദരിയെ പോലെ ഇരിക്കും. നിലവും ചുമരും കൂടി. ഇന്നിപ്പോൾ എന്താ, ഇന്നെന്താണ്, ഇന്ന് ടൈൽസ്, പിന്നെ മാർബിള്. ആദ്യം ചാണകമായിരുന്നു, പിന്നെ കാവി വന്ന്, പിന്നെ മുസൈക്ക് വന്ന്, ഇപ്പൊ വേറെ വേറെ ഓരോന്ന് വന്ന്. പക്ഷെ അമ്മമ്മയ്ക്ക് എന്നും ഇഷ്ടമാണ് ഓലമുടിയുണ്ട്. ഇവിടെയൊക്കെ ഇതാ കുഞ്ഞാ, അമ്മമ്മയ്ക്ക് എന്നും ഇഷ്ടം ഓലമുടിയുണ്ട്. ഇതാ ഇന്നെന്തിനും ഓലമുണ്ട് അറിയോ? കുട്ടികൾക്ക് ആമിക്കും ലിച്ചുട്ടന് ലച്ചുമോൾക്കും ഒക്കെ ചിഞ്ചിമോൾക്കൊക്കെ കളിക്കാന് ഒരോലപ്പന്തല്. വീട് ഒരോല വീട്. ആ വീടിനാണ് ഇന്ന് അമ്മമ്മ ഓലമുടിയുണ്ട്. പക്ഷേ ആമിയുടെ അമ്മയ്ക്ക് ഓലമുട അറിയില്ല, സവിത മാമിക്ക് അറിയില്ല, സവിത മാമിക്ക് അറിയില്ല, ലിച്ചുവിൻ്റെ അമ്മയ്ക്ക് അറിയും. ലിച്ചുവിൻ്റെ അമ്മ ഓലമുടി എന്താ. അങ്ങനെ ഓരോ കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ പിന്നെ കൈ കൊണ്ടൊന്ന് അടുപ്പിച്ച്. മനസ്സിലായാ? നമ്മമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, എന്നും ഇഷ്ടമാണ്. ഇതാ അമ്മമ്മരെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട്. ഇന്ന് കുട്ടികൾ എന്താ ഓർമ്മിക്കാനുള്ളത്? അമ്മമ്മരെ ഓർമ്മകളാണ് ഇതൊക്കെ. കണ്ടാ ഇതാ അമ്മമ്മന്റെ വീട്ടിലേ പശു ഉണ്ടായിരുന്നേ, 2 കാളകളുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു. ഈ പശുവിനും കാളകൾക്കൊക്കെ പുല്ലരിഞ്ഞതേ അമ്മമ്മയായിരുന്നു. മനസ്സിലായോ? പുല്ലരിയണം, വേനൽക്കാലത്ത് വൈക്കോല് കൊണ്ടുവരും, അത് അമ്മമ്മ ഉണക്കിയെടുത്ത് വെക്കണം. മനസ്സിലായോ? അമ്മമ്മരെ കുട്ടിക്കാലാട്ടാ. ഒരു പശു 2 കാള പിന്നെ 3 ആട് ഒക്കെ ഉണ്ടായിരുന്നു. 2 പശു വേണം, അതിന് 2 കാളുണ്ടല്ലോ. പിന്നെ അമ്മമ്മക്ക് പോത്തല്ലേ ഞാൻ കാളന്ന് പറഞ്ഞാൽ അറിയോ? പശുവിന്റെ അച്ഛൻ. പശു അച്ഛനല്ലേ, പശു അമ്മ, കാള അച്ഛൻ. അങ്ങനെ ആ കാളകൾക്കൊക്കെ അമ്മമ്മ വെള്ളം ഒഴിച്ചു കൊടുത്ത്, പുല്ലരിഞ്ഞ് കൊടുത്ത്, അമ്മമ്മ ചാടിയിൽ വെള്ളം നിറച്ച്. അമ്മമ്മ അത്രയല്ലേ പഠിക്കുന്നറിയോ? നല്ല കറക്റ്റാ കുട്ടിയാണിത്. 5ാം ക്ലാസ് 6. അപ്പം ഞാൻ ചെറിയ കുട്ടിയല്ലേ, ആ പ്രായത്തിനാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? പോത്തിന്റെ വലിപ്പം ഉണ്ടെങ്കിലും കിടന്നുറങ്ങും ഇന്നത്തെ കുട്ടികൾ. നമ്മളെ പശു കാളാന്നറിയും. പക്ഷെ അമ്മമ്മയ്ക്ക് നല്ല ഓർമ്മകളായിരുന്നു. ഇന്നും അമ്മമ്മയ്ക്ക് അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതെ, നിങ്ങളെ വീട്ടിൽ വന്നപ്പോൾ പശുവില്ല, കാളില്ല, ആടില്ല. അതെ ശരിയാണ് കുട്ടി, അത് കുട്ടി പറഞ്ഞത് ശരിയാണ്. പിന്നെ ഈ വീട്ടിലേക്ക് വന്നേരെ പിന്നെ വേറെ അമ്മായി, അമ്മമ്മായി, വേറെ വൈദ്യാളായി, പിന്നെ വയസ്സായി. ഇനി കുറച്ച് കൊട്ടനാവും. പിന്നെ അമ്മമ്മയ്ക്ക് ഒന്നുണ്ടായിരുന്നേ, വെറ്റിലക്കൊടി. അല്ല ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ചെയ്തരാ. ബൈ. കാണുമ്മ അമ്മച്ചി ഉമ്മ ആമി ഉറങ്ങിയാ